ചോദ്യം എന്താണ്? ട്രയാങ്കിൾ is drawn by joining a point on a semicircle to the ends of the diameter. Then semicircles are drawn with the other two sides as diameter. Prove that the sum of the areas of the blue and red crescent in the second picture is equal to the area of the triangle. ചോദ്യം എന്താണ് എന്നുള്ളത് ആദ്യം ഞാൻ പറയാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, ഓക്കെ തുടങ്ങാം. ഓക്കെ അല്ലേ? ചോദ്യം എന്താണെന്നുള്ള ആദ്യം പറയാം, നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ട്രയാങ്കിൾ ഇസ് ഡ്രോൺ, ഒരു ട്രയാങ്കിൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ട്രയാങ്കിൾ. ഞാൻ മേലേക്കാക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ദിസ് വൺ ഈസ് എ ട്രയാങ്കിൾ. ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എ ട്രയാങ്കിൾ ഇസ് ഡ്രോൺ, അത് നമ്മൾ പറഞ്ഞു. ബൈ ജോയിനിങ് എ പോയിന്റ് ഓൺ എ സെമി സർക്കിൾ ടു ദ എൻഡ്സ് ഓഫ് ദി ഡയമീറ്റർ. എന്ത് ചെയ്തിട്ടില്ലേ? ഇത് സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിളിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, then semicircles are drawn with the other two sides as diameter. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേറെ സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്, വേറെ പകുതി വരച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, വേറെ സെമി സർക്കിൾ, രണ്ട് സൈഡ് ഏതാണ്? ഈ സൈഡ് വെച്ചിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ വരച്ചു. ദാറ്റ് ഈസ് ദിസ് വൺ വരച്ചു. ഇനി അതർ സൈഡ് ആണിത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്തു? വേറൊരു സെമി സർക്കിൾ വരച്ചു. ആൻഡ് ദിസ് വൺ ഈസ് ദി അതർ സൈഡ്. ബാക്കി ഒരു സൈഡ് അത് വെച്ചിട്ട് വേറൊരു സെമി സർക്കിൾ വരച്ചു. അതാണ് ഈ കാണുന്ന പിക്ചർ. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? പ്രൂവ് ദാറ്റ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ്. ഇതിലേതാണ് ബ്ലൂ പറയുന്നത്? ഇത് ബ്ലൂ അല്ലേ? ബ്ലൂ കളർ. ദിസ് വൺ ഈസ് എ ബ്ലൂ കളർ. ബ്ലൂ. ഓക്കെ, ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ്. റെഡ് ക്രസന്റ്, ക്രസന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ക്രസന്റ് ആണ്. ക്രസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു സംഭവത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രസന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രസന്റ്. ഓക്കെ, ആ രണ്ട് ക്രസന്റിന്റെ prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. അതായത് ഇതാണ് ട്രയാങ്കിൾ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ക്രസന്റും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ക്രസന്റ് പ്ലസ് ഈ ക്രസന്റ് ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്നുള്ളതാണ്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് നോക്കിയേ. ഓക്കെ ആണല്ലോ? ചോദ്യമൊക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. സോ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു പിക്ചർ ഒന്ന് എടുക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ഈ സംഭവം മാത്രം മതി, ഈ ഒരു പിക്ചർ മതി നമുക്ക്. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് അവർ പിക്ചർ. ഇതാണ് നമ്മുടെ പിക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ഒന്ന് വരച്ചിട്ടേ ഇതൊന്ന് വരയ്ക്കാം ആദ്യം, അതിനുശേഷം നമുക്കൊന്ന് ചെയ്യാം. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് പിക്ചർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ ഈ ഒരു കഷ്ണം കൂടി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ട്രയാങ്കിളിന്റെ ഇത്രയും ഭാഗം, ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണെന്ന് പറയുന്നത്? പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി ബ്ലൂ ആൻഡ് റെഡ് ക്രസന്റ് ഈസ് സെക്കൻഡ് പിക്ചർ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഓക്കെ, prove that the area of triangle, അതായത് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് is equal to the sum of the two crescents. രണ്ട് ക്രസൻസ് അല്ലേ ഇവിടെ ഉള്ളത്? ഏതൊക്കെ ക്രസൻസ് എന്ന് പറഞ്ഞാൽ കളർ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ. റെഡും അതുപോലെ തന്നെ ബ്ലൂവും ക്രസന്റ് ആണ് കേട്ടോ. റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസ്. Crescents, red and blue.
ഓക്കെ, ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. റെഡ് ഏതായിരുന്നു? റെഡ് ഏത് സൈഡ് ആയിരുന്നു? റെഡ് ആ സൈഡും ബ്ലൂ ഈ സൈഡും. ഓക്കെ, റെഡ് ആ സൈഡും ബ്ലൂ ഈ സൈഡും. ഇത് ബ്ലൂ ആണ്, ഇത് റെഡ് ആണ് കേട്ടോ. ഇതാണ് ക്രസന്റ് എന്ന് പറഞ്ഞത്. ക്രസന്റ് നമുക്ക് അറിയാലോ, ചന്ദ്രക്കല എന്നുള്ളതാണ് ക്രസന്റിന്റെ അർത്ഥം പറയുന്നത്. ഓക്കെ, റൈറ്റ് റെഡ് ഇത് ബ്ലൂ. ഓക്കെ, ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? പ്രൂവ് ദാറ്റ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദി ടു ക്രസൻസ്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഇതിന്റെ ഈ ഒരു അർദ്ധവൃത്തമാണ്, രണ്ടർദ്ധവൃത്തങ്ങൾ കൂട്ടിക്കഴിഞ്ഞാലാണ് ഇതെന്ന് വിചാരിക്കരുത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ക്രസന്റ് ആണ് കേട്ടോ. പി എന്ന് പറയുന്നതും ആർ എന്ന് പറഞ്ഞ ക്രസന്റിന്റെ ഏരിയ ഇതിന് തുല്യമാണെന്നാണ് പറയുന്നത്. കിട്ടിയല്ലോ? ഒരിക്കലും അർദ്ധവൃത്താണെന്ന് വിചാരിക്കരുത്, സെമി സർക്കിളിന്റെ ഏരിയ ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, ഓക്കെയാണ്? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി നിങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത പേജ് എടുക്കാം. നിങ്ങളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇതെന്താണ്? അയ്യോ, ഇതല്ല, നമുക്ക് വേറെ സാധനമുണ്ട്. റൈറ്റ്, ആൻഡ് color is yellow. Okay, what is this? എന്താണിത്? It is a circle. Okay, it is a circle. And what is the area of the circle? ഏരിയ കാണാനായിട്ടുള്ളത്. ഏരിയ എന്താ മലയാളത്തിൽ പറയുന്നത്? ഏരിയ is equal to പരപ്പളവ്. അയ്യോ, പരപ്പളവ്. ഏരിയ എന്താ പറയുന്നത്? പരപ്പളവ് എന്നാ പറയുന്നത്. എന്താണ് ഇക്വേഷൻ? പരപ്പളവ് കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താണ്? 360 ആണോ പരപ്പളവ്? ഇക്വേഷൻ എന്തുട്ടാ? 2πr സ്ക്വയർ. 2πr സ്ക്വയർ അല്ലല്ലോ, 2πr πr സ്ക്വയർ. വെരി ഗുഡ്, πr സ്ക്വയർ. πr സ്ക്വയർ അല്ലേ? πr സ്ക്വയർ അല്ലേ? ഏരിയ ഓഫ് എ πr സ്ക്വയർ. ഓക്കെ, πr സ്ക്വയർ ആണ്. πr സ്ക്വയർ, πr സ്ക്വയർ. കിട്ടിയല്ലോ? πr സ്ക്വയർ ആണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? πr സ്ക്വയർ ആണ് കേട്ടോ. 2πr എന്തുട്ടാ? 2πr സ്ക്വയറും ഇല്ല. 2πr എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ ചുറ്റളവാണ്. ചുറ്റളവ് എന്താണ്? പെരിമീറ്റർ ആണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാണ്. എന്തുട്ട്? 2πr എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഏരിയയുടെ ഒരു കണക്കാണ്. സോ ഇത് നമുക്ക് ആവശ്യമില്ല, തൽക്കാലത്തിന് ഇത് നമുക്ക് വേണ്ട. കിട്ടിയോ? നമുക്ക് ആവശ്യം എന്താണ്? πr സ്ക്വയർ. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് ഏരിയ ഓഫ് എ സർക്കിൾ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇതെന്താണെന്ന് പറഞ്ഞു? സർക്കിൾ ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇനി നിങ്ങളോട് വേറെ ചോദ്യം ചോദിക്കുന്നത് സർക്കിളിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. let me ask you one more question. Semicircle, we need a semicircle. ഇതെന്താണ് സാധനം? സർക്കിൾ ആണോ? സർക്കിൾ ആണോ ഇത്? സെമി സർക്കിൾ ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന സമയത്ത് ഇതൊരു അർദ്ധവൃത്തമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സർക്കിളിൻ്റെത് സർക്കിൾ. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്, ഒന്ന് ശ്രദ്ധിച്ചേ, ഏരിയ ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞു? πr സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഇസ് ഈക്വൽ ടു പകുതി അല്ലേ? അര, ഹാഫ്. പറഞ്ഞ ഒരു അഞ്ചാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ചെയ്ത് പോവാം കേട്ടോ. πr സ്ക്വയർ ബൈ 2. യെസ്, വെരി ഗുഡ്. πr സ്ക്വയർ ബൈ 2 എന്ന് പറയാം, അല്ലെങ്കിൽ ഹാഫ് πr സ്ക്വയർ എന്നും പറയാം. രണ്ടും പറയാം. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? πr സ്ക്വയർ ബൈ 2. രണ്ട് പറഞ്ഞാലും ശരിയാണ്. ഹാഫ് ഓഫ് πr സ്ക്വയർ. വെരി ഗുഡ്. സോജമോൾ, ദിയ, യെസ്, ദേവാനന്ദൻ ആൻഡ് കാവ്യലക്ഷ്മി, വെരി ഗുഡ്. ചിൻസി, സെമി സർക്കിൾ. ഓക്കെ, സോജമോൾ എന്താണ്? ഹാഫ് ഓഫ് πr സ്ക്വയർ. ഓക്കെ, വെരി ഗുഡ്. രുദ്ര, ഹാഫ് r സ്ക്വയർ. ആറ് കൂടി ഉണ്ട് രുദ്ര. പകുതി. പകുതി. ഇതിലേക്ക് വരട്ടെടാ. പകുതി πr സ്ക്വയർ. ഓക്കെ, കിട്ടിയല്ലോ? സംഭവം മനസ്സിലായല്ലോ? കിട്ടി. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇതുവരെ മനസ്സിലായത് ഓക്കെ അല്ലേ? πr സ്ക്വയർ. ഓക്കെ. സോ നിങ്ങളാണ് ഈ കാൽക്കുലേഷൻ ചെയ്യുന്നത്, ഞാനല്ല. ഞാൻ ജസ്റ്റ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നു മാത്രം. അപ്പൊ നമ്മൾ വരച്ച സാധനം ഇതായിരുന്നു. ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ പറഞ്ഞ് നമ്മൾ സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ എന്തുണ്ടായിരുന്നു? ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഞാൻ പേര് കൊടുക്കുകയാണ് കേട്ടോ. പേര് പറഞ്ഞു. നിങ്ങൾ എന്താ സാധാരണ പറയുന്നത്? ട്രയാങ്കിളിന് പേര് കൊടുക്കുന്നത് A, B and C എന്ന് പേര് കൊടുത്തു. ABC എന്ന് പറയുന്ന പേര് കൊടുത്തു. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി
ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ പിക്ചറിലുള്ള ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ പിക്ചറിൽ എ ബി എന്ന് പറയുന്ന ഡയമീറ്ററിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ത് പറയുന്നത്, എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഓക്കെ, നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടാലോ? ഇതിന്റെ ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കണ്ടാലോ? അല്ല, ഇതിന്റെ അതായത് ഈ ഒരു അർദ്ധവൃത്തത്തിന്റെ ഏരിയ കാണാനായിട്ട് എങ്ങനെ കാണാന്നുള്ളത് നമുക്ക് ഹാഫ് എന്താണെന്ന് നമുക്കറിയാം. പൈ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? പൈ എന്താണെന്ന് നമുക്കറിയാം, 3.14 ആണ് പൈ. ഇനി r കിട്ടണം, r². റേഡിയസ് അറിയോ നമുക്ക്? ഇവിടെ റേഡിയസ് അറിയോ? ഹാഫ് പൈ r² ആണ്. അപ്പൊ ഞാൻ അതേപോലെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പറയുന്ന ഹാഫ് പൈ r². നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഹാഫ് ആണേ, പൈ ആണേ. നമുക്ക് എന്താ അറിയില്ല, റേഡിയസ് അറിഞ്ഞൂടല്ലോ. അന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധനത്തിന് നമുക്ക് എന്ത് പറയാം? എ ബി എന്ന് പറയുന്നത് AB is equal to എന്താണ്? AB is equal to ഡയമീറ്റർ. വെരി ഗുഡ്, ഡയമീറ്റർ. അല്ലെങ്കിൽ എന്താ പറയാ, മലയാളത്തിൽ എന്താ പറയാ? വ്യാസമാണെന്ന് പറയാം. വ്യാസമാണ്, ഡയമീറ്റർ ആണ്. ഓക്കെ, നിങ്ങളാണ് പറയുന്നത്, ഞാനല്ല, നിങ്ങളാണ് പറയുന്നത് വ്യാസമാണെന്ന്. വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ AB ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എന്തുട്ടാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? AB എന്ന് പറയുന്നത് വ്യാസമാണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എന്താണ്? ഹാഫ് ഓഫ് AB. ABന്റെ പകുതി. ഓക്കെ ആണല്ലോ. റേഡിയസ് ഇസ് ഈക്വൽ ടു എന്താണ്? 1/2 AB അല്ലെ? ഇതിനെന്ത് പറയാം? അയ്യോ, AB എന്നുള്ളത് ഞാൻ ഇങ്ങനെ സ്മോൾ ലെറ്റർ എഴുതിയിട്ടില്ലേ. 1/2 AB. ഇതിനെന്തുകൂടി പറയാം നമുക്ക്? AB by 2 എന്ന് പറയാലോ. AB/2 എന്ന് പറയാലോ. AB/2. റേഡിയസ് നമുക്ക് കിട്ടി AB/2. അപ്പൊ നമുക്ക് അത് ഇവിടെ എഴുതിക്കൂടെ? ഇവിടെ ഹാഫ് എന്ന് എഴുതി, പൈ അതേപോലെ തന്നെ എഴുതി. ഇനി r എന്നുള്ളത് എന്താണ്? AB/2 ആണ്. പിന്നെ സ്ക്വയറും ഉണ്ടല്ലോ, ഹോൾ സ്ക്വയർ ഇട്ടു. കിട്ടിയോ? ഇതുവരെ മനസ്സിലായത് നോക്കിയേ? സിമ്പിൾ ആണ്. ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. അതേപോലെ തന്നെ ഫോളോ ചെയ്ത് പോകാനായിട്ട് നോക്കാം. പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഇതുവരെ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/2 AB ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു? ഹാഫ് പൈ. റേഡിയസ് എത്ര കിട്ടി നമുക്ക്? AB/2. പിന്നെ സ്ക്വയർ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ സ്ക്വയർ ഇട്ടു. ഇസ് ഈക്വൽ ടു ഏരിയ ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇസ് ഈക്വൽ ടു ഹാഫ്. ഓക്കെ, ഹാഫ് ആണ്. ഹാഫ് അതുപോലെ തന്നെ എഴുതി. പൈ ആണ്, അതേപോലെ തന്നെ എഴുതി. ഇതിനെ നമുക്ക് ചെയ്തൂടെ? AB സ്ക്വയർ ഡിവൈഡഡ് ബൈ AB സ്ക്വയർ അല്ലേ? ഇനി 2 സ്ക്വയർ എത്രയാണ്? AB സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയാലോ. AB സ്ക്വയർ നോക്കിയേ, ശ്രദ്ധിച്ചേ, മനസ്സിലായി നോക്കിയേ. 2 2 4 കിട്ടിയോ? ഇതുവരെ മനസ്സിലായി നോക്കൂ. 2 2 4 കിട്ടിയോ? ഇനി ഇതിനെ തന്നെ വീണ്ടും ഞാൻ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നുണ്ട്. ഇതുവരെ കിട്ടിയോ നോക്കിട്ടോ. എല്ലാവരും യെസ് പറഞ്ഞ ഒരു 5 പേര് യെസ് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. യെസ്. ചെറുപ്രായസ് ആണല്ലോ. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടി അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നുണ്ട്. 1/2 ഹാഫ് പൈ അതേപോലെ തന്നെ. ഓക്കെ, 1/2 നമുക്ക് ഇങ്ങനെ എഴുതാലോ. നോക്കിയേ, നമുക്ക് എഴുതുന്ന സമയത്ത് 2ഉം 4ഉം കൂടി ഇൻറ്റു ചെയ്തൂടെ? എത്രയാണ്? അപ്പോൾ 1/8 പറയാലോ. 1/8 എന്ത് ചെയ്തു? ഇതും കൂടിയിട്ട് എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു കേട്ടോ. 1 4 2 4 8. അപ്പോൾ 1/8. പിന്നെ പൈ അതേപോലെ തന്നെ എഴുതി. പിന്നെന്താ ബാക്കിയുള്ളത്? ബാക്കി എന്നിട്ട് AB കമോൺ, ബാക്കി എന്താ ഉള്ളത്? AB സ്ക്വയർ. വെരി ഗുഡ്, AB സ്ക്വയർ. ഇനി ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി തൽക്കാലം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ദി ഏരിയ ഓഫ്. അപ്പോൾ ഏരിയ ഓഫ് കളർ മാറ്റാം. ദിസ് ഈസ് ദി ഏരിയ ഓഫ് ദി ഫസ്റ്റ് ആദ്യത്തെ സെമി സർക്കിൾ. ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി.
മനസ്സിലായോ? ഫസ്റ്റ് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി. എന്തായിരുന്നു? ഹാഫ് അല്ല 1/8 പൈ AB സ്ക്വയർ. മനസ്സിലായോ? കിട്ടിയോ? യെസ്. ഇതുവരെ ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഒന്ന് നോക്കിയാൽ. അനീഷ മനസ്സിലായോ നോക്കിയടാ. സ്വജമോൾ ഓക്കെയാണ്. ദിയ ഓക്കെയാണ്, കിട്ടി. അനീഷ് ഓക്കെ അല്ലേ? ചിൻസി ഡൗട്ടില്ല, മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെയാണ്. യെസ്, ബാക്കി നോക്കാം കേട്ടോ. ബാക്കി ഓക്കെ. നമ്മുടെ ചിത്രത്തിൽ എന്തായിരുന്നു? ചിത്രം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ചിത്രം ഇതായിരുന്നു. ആൻഡ് ദിസ് വാസ് അവർ പിക്ചർ. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പിക്ചർ. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറിൽ നമ്മൾ ആദ്യത്തെ കണ്ടു. പേര് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ A എന്ന് പേര് കൊടുത്തു, ഇവിടെ B എന്ന് പേര് കൊടുത്തു, ഇവിടുന്ന് C എന്നല്ല പേര് കൊടുത്തിട്ടില്ല, ABC ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ AB ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിൻ്റെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് കാണാം BCൻ്റെത് കണ്ടാലോ നമുക്ക്. BCൻ്റെ, അതായത് ഈ ഒരു ഭാഗത്തിന്റെ ഇങ്ങനെ ഒരു സാധനം എടുക്കുന്നില്ലേ, BC, ഈ ഒരു ഭാഗം, അതിന്റെ ഏരിയ കാണാം. ഓക്കെ, അപ്പൊ നോക്കിയേ, BCൻ്റെതാണ് കാണാൻ പോകുന്നത്. അതായത് BC ഡയമീറ്റർ ആയിട്ടുള്ള സെമി സർക്കിളിന്റെ എന്താ കാണാൻ പോകുന്നത്? നമ്മൾ ഏരിയ ആണ് കാണാൻ പോകുന്നത്. ഏരിയ ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ, രണ്ടാമത്തെ സെമി സർക്കിൾ. ഓക്കെ, അതിന്റെ ഡയമീറ്റർ എന്താണ്? ഇവിടെ എഴുതാം ആസ് ഡയമീറ്റർ. ഡയമീറ്റർ എന്താണ് ഇതിന്റെ ഡയമീറ്റർ പറഞ്ഞേ? CB അല്ലെങ്കിൽ BC, എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ നിങ്ങൾ CB എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നുണ്ട്. CB ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ പുതിയൊരു പേജ് എടുത്തു. CB ആണ്. സോ പിക്ചർ ഇവിടെ നിന്ന് വരയ്ക്കുന്നുണ്ട്. ഇവിടെ വരയ്ക്കാം. ഇതാണ് കേട്ടോ CB. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമി സർക്കിൾ ആണ്. സോ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെമി സർക്കിൾ? സെമി സർക്കിളിന്റെ ഏരിയ കാണാനായിട്ടുള്ള ഈക്വേഷൻ പറഞ്ഞോളൂ. 1/2 ഹാഫ് പൈ R സ്ക്വയർ. നമുക്ക് ഹാഫ് അതുപോലെ തന്നെ എഴുതാം, പൈ അതുപോലെ തന്നെ എഴുതാം. R സ്ക്വയർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ എന്തിന്റെ പകുതിയാണ്? എന്തിന്റെ പകുതിയാണ്? ഹാഫ് CB ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എഴുതുന്നുണ്ട് ഹാഫ് CB എന്ന് പറയാൻ എന്തെഴുതും നമുക്ക് ഇതിനെ? CB ഡിവൈഡഡ് ബൈ 2. അതാണ് റേഡിയസ് സ്ക്വയർ. കിട്ടിയോ? കിട്ടിയില്ലേ? യെസ്, ഓക്കെയാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 1/2 പൈ CB സ്ക്വയർ. അതേപോലെ എഴുതി CB സ്ക്വയർ. 2 എത്രയാണ്? 4 അല്ലേ? അതെഴുതി. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്യാലോ. 2 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 4 എന്താണ്? 8 ആണ്. വെരി ഗുഡ്. 8 എഴുതി. എന്താണ്? 1/8. പിന്നെ എന്താ എഴുതാൻ? നമ്മള് പൈ എഴുതി. അതിനുശേഷം എന്ത് എഴുതണം? അതിനുശേഷം എന്താ എഴുതാനായിട്ടുള്ളത്? ബാക്കിയുള്ളത് CB സ്ക്വയർ. വെരി ഗുഡ്. CB സ്ക്വയർ. സോ ദിസ് ഈസ് ദി ഏരിയ ഓഫ് ദി സെക്കൻഡ് സെമി സർക്കിൾ. കിട്ടിയല്ലോ? അപ്പൊ സെക്കൻഡ് സെമി സർക്കിളിന്റെ ഏരിയ കിട്ടി. And now we are going to find out the area of third semicircle. മൂന്നാമത്തെ സെമി സർക്കിളിന്റെ ഏരിയ ആണ് ഇനി കാണാനായിട്ട് പോകുന്നത്. Which was this one. ഇങ്ങനെയല്ലായിരുന്നത്? പേരെന്തായിരുന്നു ഇവിടെ? ഇവിടെ എന്തായിരുന്നു പേര്? ഓർമ്മയുണ്ടോ? ഓർക്കുന്നുണ്ടോ? AC ആണ്. വെരി ഗുഡ്. AC. ഓക്കെ, ഇതിനാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഏരിയ ഓഫ് തേർഡ് സെമി സർക്കിൾ ആണ്. സോ നമുക്ക് ഈക്വേഷൻ അറിയാം. ഏരിയ ഓഫ് എ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് പോരട്ടെ? പറഞ്ഞോ. ഹാഫ് പൈ R സ്ക്വയർ. വെരി ഗുഡ്. ഹാഫ് പൈ R സ്ക്വയർ. ഹാഫ് അതേപോലെ തന്നെ നമ്മൾ എഴുതി, പൈ അതേപോലെ തന്നെ എഴുതി. R സ്ക്വയർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയും? R എന്താണ്? റേഡിയസ് എന്താണ്? AC-ന്റെ, അതായത് ഡയമീറ്ററിന്റെ പകുതിയാണ്. എന്താണ്? AC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ അല്ലേ? ഡയമീറ്ററിന്റെ പകുതിയാണ്. AC/2. പിന്നെ R സ്ക്വയർ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്ക്വയർ കൂടി ഇട്ടു. സോ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഹാഫ് ആഡ് ചെയ്തു, പൈ ആഡ് ചെയ്തു, AC സ്ക്വയർ ആഡ് ചെയ്തു, ഡിവൈഡർ ബൈ 2 എത്രയാണ്? 4. നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 × 4 എത്രയാണ്?
8. അപ്പൊ എന്ത് കിട്ടി? 1/8 പൈ AC സ്ക്വയർ. യെസ്. അപ്പൊ 3 സെമി സർക്കിളിന്റെയും എന്ത് കിട്ടി നമുക്ക്? ഏരിയാസ് കിട്ടി. യെസ്, 3 സെമി സർക്കിളിന്റെയും ഏരിയാസ് കിട്ടി. ഇതുവരെ മനസ്സിലായെന്ന് ചെക്ക് ചെയ്തേ. നമുക്കൊന്ന് എഴുതിയാലോ? ഏരിയാസ്. ഓക്കെ, ഏരിയാസ്. ഒന്നാമത്തത്, രണ്ടാമത്തത് ആൻഡ് മൂന്നാമത്തത്. ഒന്നാമത്തെ ഏരിയ പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത് എത്രയായിരുന്നു? PDF തരാം കേട്ടോ, PDF തരാം. യെസ്, പോരട്ടെ. ഒന്നാമത്തെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹാഫ് പൈ AB സ്ക്വയർ. വെരി ഗുഡ്. ഒന്നാമത്തേത് ഹാഫ് ആണോ? ഹാഫ് അല്ലല്ലോടാ, 1/8 അല്ലേ? സോജമോൾ. ഓക്കെ, 1/8 ഞാൻ കാണാനാണ്. 1/8 പൈ എന്തായിരുന്നു? AB സ്ക്വയർ അല്ലേ? AB സ്ക്വയർ. അടുത്തത് ഇതേപോലെ തന്നെ 1/8 പൈ AB സ്ക്വയർ നമ്മൾ എഴുതി. അതിനുശേഷം രണ്ടാമത്തത് CB സ്ക്വയർ. നിങ്ങൾ പറഞ്ഞ പോലെയാണ് എഴുതുന്നത് കേട്ടോ, CB സ്ക്വയർ. മൂന്നാമത്തത് പോലെ തന്നെ 1/8 പൈ AC സ്ക്വയർ. വെരി ഗുഡ്, AC സ്ക്വയർ. പൈ മറക്കരുത്, പൈ പോയി കഴിഞ്ഞാൽ പോയി. 1/8 പൈ സെക്കൻഡ് അല്ലേ? CB സ്ക്വയർ പ്ലസ് 1/8 പൈ AC സ്ക്വയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. സോ നമുക്കിതിൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ? ഇത് രണ്ടും പൊതുവായിട്ടുള്ളല്ലേ, കോമൺ ആയിട്ടുള്ളല്ലേ? 1/8 പൈയും പൊതുവായിട്ടുള്ളതല്ലേ? അത് നമുക്ക് പുറത്തേക്ക് എടുക്കാമല്ലോ. അതിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ എഴുതാം നമുക്ക്? 1/8 പൈ, പിന്നെ എന്ത് ചെയ്യാം? ബ്രാക്കറ്റിൽ CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്നെഴുതാം. ഓക്കെ. ഇനി നിങ്ങളുടെ അടുത്തൊരു ചോദ്യമാണ്. നമ്മൾ വരച്ചിട്ടുള്ള ആ പിക്ചർ എന്ന് പറയുന്നത് ഇതേപോലുള്ളൊരു ചിത്രമായിരുന്നു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ട്രയാങ്കിൾ എങ്ങനെയായിരുന്നു? നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയാം? ആ ആംഗിൾ എത്രയാന്ന് ചോദിച്ചാൽ എന്താ പറയാം? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഒരു തിയറം അതിന് ആപ്ലിക്കബിൾ ആയിരിക്കുമല്ലോ. എന്താണ് തിയറം എന്ന് പറയുന്നത്? 90 ഡിഗ്രിയുടെ ആംഗിളിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രയാങ്കിൾ പൈതഗോറസ്. വെരി ഗുഡ്, പൈതഗോറസ് സിദ്ധാന്തമാണ്. ഡയമീറ്ററിലാണ്. ഓക്കെ, ഡയമീറ്ററിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അനീഷ് എന്താ പിച്ചുമ്പയും പറയണേ? ഫിസിക്സ് ഒക്കെ പറയണേ? പൈതഗോറസ് തിയറമാണ്. ഓക്കെ, പൈതഗോറസ് ആണ്. അറിയാലോ, പൈതഗോറസ് ആണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവൻ പെണിച്ചിട്ടുള്ളൂ തോന്നുന്നു, അത് തന്നെ. അല്ല പിന്നെ മറ്റേ സ്കൂൾ ഓർക്കുന്നു തന്നെയല്ല, അതിൻ്റെ ചിലപ്പോൾ ഷോക്കിലായിരിക്കും. പൈതഗോറസ് ആണ്. പൈതഗോറസ് സിദ്ധാന്തത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, പൈതഗോറസ് സിദ്ധാന്തം എന്തായിരുന്നു? ഞാൻ ഓക്കെ, അവിടെ പേര് കൊടുക്കുന്നുണ്ട് A, B and C. ഇങ്ങനെയല്ലേ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നേ? അപ്പൊ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം വേണമെങ്കിൽ ഒന്ന് എഴുതാം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം? കർണം സ്ക്വയർ ആണ്. നമുക്കറിയുന്നതാണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസ് ഈക്വൽ ടു കർണം സ്ക്വയർ. നമുക്കറിയുന്ന കാര്യമാണല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ എന്ത് പറയാം? ആൾട്ടിറ്റ്യൂഡിന് എന്ത് കൂടി പറയാം നമുക്ക്? പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നും കൂടി പറയട്ടെ. പെർപെൻഡിക്കുലർ സ്ക്വയർ ഇതിലേതെങ്കിലും പറഞ്ഞാൽ മതി, ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടേനിയസ് സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഇതിൽ ഏതാണ് ഹൈപ്പോട്ടേനിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ? ഹൈപ്പോട്ടേനിയസ് ഏതാണ്? അനീഷ് നേരത്തെ പറഞ്ഞല്ലോ. യെസ്, എ ബി ആണ് ഹൈപ്പോട്ടേനിയസ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? 90 ഡിഗ്രിയാണ് ഏറ്റവും വലിയ വശം എന്ന് പറയുന്നത്, അല്ല ഏറ്റവും വലിയ ആംഗിൾ എന്ന് പറയുന്നത്
90 ഡിഗ്രി അല്ല 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന വശമാണ് എന്ന് പറയുന്ന ഹൈപ്പോടെന്യൂസ് എന്ന് പറയുന്നത് AB ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈപ്പോടെന്യൂസ് ഏതാണ്? AB ആണ്. ഓക്കെ, ഹൈപ്പോടെന്യൂസ് ഇസ് ഈക്വൽ ടു AB ആണ്. നമുക്ക് ഈ ഒരു സംഭവം അറിയാലോ. ഓക്കെ അല്ലേ, ഇതറിയാലോ നമുക്ക്. കാരണം ഹൈപ്പോടെന്യൂസ് ഏതാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എഴുതുന്നുണ്ടേ. ബേസ് ഏതെങ്കിലും കൊടുക്കാം, പെർപെൻഡിക്കുലർ ഏതെങ്കിലും കൊടുക്കാം. ഹൈപ്പോടെന്യൂസ് എന്താണെങ്കിലും എന്ത് കൊടുക്കണം? കറക്റ്റ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ കൊടുക്കണം. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് പറഞ്ഞു? AB ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ, ബാക്കിയുള്ളത് ഏതെങ്കിലും കൊടുക്കാം. നമുക്ക് ഇതിന് വേണമെങ്കിൽ BC എന്ന് കൊടുക്കാം, ഇതിന് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? ബാക്കി എന്തുള്ളത്? AC അല്ലേ. ഓക്കെ, മനസ്സിലായല്ലോ? കറക്റ്റ് അല്ലേ നോക്കിയേ, ചെയ്തിട്ടുള്ള AB എന്നുള്ളതാണ് കർണം എന്ന് പറയുന്നത്. ഇതാണ് ഹൈപ്പോടെന്യൂസ്. ബിക്കോസ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റുള്ളതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. ഇത്ര എഴുതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവം എന്നിട്ടാ ഇത് നമുക്ക് ആ പൈതഗോറസ് സിദ്ധാന്തത്തിൽ എഴുതാലോ. എങ്ങനെ എഴുതാം? ഹൈപ്പോടെന്യൂസ് സ്ക്വയർ കിട്ടണം, ബാക്കി രണ്ടെണ്ണം കൂട്ടി കഴിഞ്ഞാൽ, വിച്ച് മീൻസ് AB സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കൂട്ടിയാലാണ്? AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് പറയുന്നത്? AB സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കണേ. ഇതിവിടെ നിൽക്കട്ടെ. 5 മിനിറ്റ് കൂടി ഉണ്ട് നമുക്ക് ടൈം. നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള സംഭവം എന്ന് പറയോ? നമ്മൾ നേരത്തെ കിട്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ, ആഡ് ദ ഏരിയസ് ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് ഏരിയ ആഡ് ചെയ്തപ്പോൾ എത്ര നമുക്ക് കിട്ടി? രണ്ടാമത്തെ ഏരിയയും മൂന്നാമത്തെ ഏരിയയും കൂടി ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 1/8 പൈ. ഇവിടെ നിന്ന് എഴുതാൻ ഞാൻ 1/8 പൈ എന്തായിരുന്നു? നിങ്ങളൊന്ന് പറഞ്ഞ 1/8 പൈ 1/8 പൈ CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ എഴുതുന്നുണ്ട്. CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. ഓക്കെ അല്ലേ? ഇവിടെ ഈ സാധനം നോക്കിയേ, ഇത് നോക്കിയേ, AC സ്ക്വയർ പ്ലസ് BC സ്ക്വയർ കണ്ടോ? അതെവിടെയെങ്കിലും കണ്ടോ? ഇപ്പോൾ അതെവിടെയെങ്കിലും കണ്ടോന്നല്ല, അത് ഇതിലേതെങ്കിലും ഉണ്ടോ നോക്കിയേ? കണ്ടോ? മനസ്സിലായോ? വ്യക്തമായി നോക്കൂ. എന്ത് കിട്ടി? ഈ സാധനമല്ലേ ഈ സാധനം എന്ന് പറയുന്നേ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ ആ സംഭവത്തിനെ. അതായത് ഈ സാധനത്തിന് എങ്ങനെ എഴുതാം നമുക്ക്? 1/8 പൈ CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. CB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ ഇസ് ഈക്വൽ ടു AB സ്ക്വയർ. വെരി ഗുഡ് കാവ്യലക്ഷ്മി, മനസ്സിലായി. രുദ്ര കിട്ടിയോ? AB സ്ക്വയർ ആണല്ലോ അല്ലേ? ഈ സാധനം കൂട്ടിയപ്പോൾ ഇതാണല്ലേ? അതല്ലേ ഇവിടെ എഴുതാൻ പറ്റുന്നേ? AB സ്ക്വയർ. യെസ്, ഒന്നുമില്ല കേട്ടാ. ഈ ഒരു സംഭവത്തിന് ഈ സംഭവമാണ് ഇത്, അതിന് ഈക്വൽ ആണ് AB സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? AB സ്ക്വയർ എന്ന സംഭവം ഇവിടെ എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. CB സ്ക്വയർ പ്ലസ് AC സ്ക്വയറിന് പകരം എന്ത് എഴുതി വെച്ചു? നമ്മൾ AB സ്ക്വയറിന് എഴുതി വെച്ചു, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. കിട്ടിയോ? യെസ്, ഓക്കെ. ഇത്തിരി ടൈം കൂടുതൽ എടുത്താൽ കുഴപ്പമില്ലല്ലോ. വേറെ ക്ലാസ്സിലുള്ളവരുണ്ടെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇത് ഒത്തിരി വലിയതാണ്, അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്കിപ്പ് ചെയ്തിരുന്നത്. പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് വലിയൊരു ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുവരെ കിട്ടിയത് മനസ്സിലായിരിക്കുന്നു. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് അതിന് പേര് കൊടുക്കാം. നമുക്കിപ്പോൾ ആ ഒരു പിക്ചർ ഇങ്ങനെയായിരുന്നു. ഇത് ഡയമീറ്റർ ആയിട്ട് സെമി സർക്കിൾ, പിന്നെ ഇവിടെ എന്തുണ്ടായിരുന്നു? അതിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ഡയമീറ്റർ ആയി എടുത്തുകൊണ്ട് അടുത്ത സെമി സർക്കിൾ, ഇത് ഡയമീറ്റർ ആയി എടുത്തുകൊണ്ട് അടുത്ത
സെമി സർക്കിൾ. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കഷ്ണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്, കുറേ കഷ്ണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ആ കഷ്ണങ്ങൾക്ക് പേര് കൊടുക്കാലോ. ഞാനിവിടെ ഇതിനെന്ത് പേര് കൊടുത്തു? 1 എന്ന് പേര് കൊടുത്തു. എത്ര കഷ്ണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ നോക്കുന്ന സമയത്ത് എത്ര പീസസ് ആയിട്ടൊക്കെ എടുക്കുന്നത്? എത്ര പീസസ് ആയിട്ട് എടുക്കുന്നത്? ഒന്ന് വ്യക്തമായിട്ട് നോക്കൂ. 5 പീസാണ്. നോക്കാം. 1 2 3 4 5. വെരി ഗുഡ്. 5 കഷ്ണങ്ങൾ ഉണ്ട് ടോട്ടൽ അല്ലേ? 5 പീസസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു സംഭവത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് there are 5 pieces. 5 കഷ്ണങ്ങളുണ്ട്. 5 കഷ്ണങ്ങളുണ്ട്. ഓക്കെ അല്ലേ? 5 കഷ്ണങ്ങളുണ്ട്. ഓക്കെ, നമുക്കിതിനെ പേര് കൊടുക്കുന്ന കുറച്ചും കൂടി ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട്, കാൽക്കുലേഷൻ കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം. ഒന്നാമത്തത് ഫസ്റ്റത്തെ സംഭവം എടുക്കാലോ. ഇങ്ങനെ നോക്കിയേ, നമ്മൾ ആദ്യത്തെ ഇങ്ങനെ നോക്കാം. ഇതിൽ എത്ര പീസ് ഉണ്ട്? 1ാമത്തെ പീസ്, 2ാമത്തെ പീസ്, 3ാമത്തെ പീസ്. 3 പീസ് അല്ലേ? ഇനി ഇവിടെ എടുക്കുന്ന സമയത്ത് എന്തായി? ഇവിടെ എന്ത് കിട്ടി? 4ാമത്തെ പീസ് കിട്ടി. ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടി? ഇവിടെ 5ാമത്തെ പീസ് കിട്ടി. കിട്ടിയോ? ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ. ഏരിയ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ. ഏരിയ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതല്ലേ ഫസ്റ്റ് സെമി സർക്കിൾ? ഏതാ? ഇതല്ലേ ഫസ്റ്റ് സെമി സർക്കിൾ? ഇത് ഫുൾ അല്ലേ? ഇതല്ലേ ഫസ്റ്റ് ഫുള്ള് ആയിട്ട് പറയുന്നത് സെമി സർക്കിൾ എന്ന് പറയുന്നത്? അപ്പൊ ഏതൊക്കെ കൂട്ടിക്കഴിഞ്ഞാലാ? ഏരിയ ഒന്നാമത്തെ ഇതും കൂട്ടണം, പ്ലസ് പറഞ്ഞ 1 + 2 + 3. ഓക്കെ, വെരി ഗുഡ്. 1 + 2 + 3. ഇത് 3 കൂട്ടിക്കഴിഞ്ഞാലാണ് ഫസ്റ്റ് തന്നെ കിട്ടുന്നത് ഏരിയ ഓഫ് ഫസ്റ്റ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ. അത് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ സംഭവം ഡൗട്ട് കൂടിയാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്താണ് പറയുന്നത് ഏരിയ ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ. ഏരിയ ഓഫ് സെക്കൻഡ് സെമി സർക്കിൾ, രണ്ടാമത്തെ സെമി സർക്കിളിനത് ഏതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവാം? പറഞ്ഞോളൂ കേട്ടോ. ഒരു 5 ആൾക്കാർ പറഞ്ഞേ. 3 + 4. വെരി ഗുഡ്. റോസ്മിൻ റോക്കിംഗ് ആണ്. ഓക്കെ, ദിയ. ഓക്കെ, വെരി ഗുഡ്. രുദ്ര, കാവ്യലക്ഷ്മി, വെരി ഗുഡ്. ഷിഫ, വെരി ഗുഡ്. യെസ്, 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാലാണ് അത്. കാരണം ഇത്രയേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ ഫുൾ ആയിട്ടുള്ളത്. എന്താണ്? 3 + 4 ആണ്. 3ഉം + 4ഉം. ഇനി അടുത്തത് എഗെയിൻ നമ്മൾ അടുത്തത് എടുത്തു. യെസ്, ഏരിയ ഓഫ് തേർഡ് സെമി സർക്കിൾ. പറഞ്ഞോട്ടാ, ഞാൻ എഴുതുമ്പോഴത്തേന് ഉത്തരം പറഞ്ഞു. ഏതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ സെമി സർക്കിളിന് ഏരിയ കിട്ടുന്നത്? 2 and 5. വെരി ഗുഡ്. 2 and 5 because this one is the area of the third semicircle. അപ്പോൾ എന്താണ്? 2 + 5 അല്ലേ? യെസ്, 2 + 5. ഇതുവരെ മനസ്സിലായി നോക്കൂ. കിട്ടി മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ഭാഗം ഇതാണ്. അഗെയിൻ നമുക്ക് ഈ പിക്ചർ വേണം. ഇൻ ദ പിക്ചർ തേവൈ. ഓക്കെ, ഇത് വേണം. നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രൂവ് ദാറ്റ്. ഏതിന്റെ ഏരിയയാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ട്രയാങ്കിൾ അല്ലേ? ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുത്തിട്ടുള്ളത് എന്താ? ട്രയാങ്കിളിന്റെ ആ കഷ്ണത്തിന് എന്താണ് പേര് കൊടുത്തിട്ടുള്ളത്? 1. ഓക്കെ, 1. എവിടെ? റോസ്മിൻ. ബാക്കിയുള്ളവരെവിടെ? കാവ്യലക്ഷ്മി. അനീഷയോട് പോയി. അനീഷ ക്ലാസ് ഉണ്ടോ? അനീഷയോട് ഉണ്ടല്ലോ. ഓക്കെ, പ്രൂവ് ദാറ്റ് 1 നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇങ്ങനെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. 1 = എന്താണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? 2 ക്രസന്റ്, 2 ചന്ദ്രക്കല പോലുള്ള കഷ്ണങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഏരിയ കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ചന്ദ്രക്കലകളുടെ പേരെന്താണ്? ഷാൽവിൻ, വെരി ഗുഡ്. 5 + 4. വെരി ഗുഡ്. 5 + 4 കിട്ടിയോ? അനീഷ കിട്ടിയോ? 5 + 4. 3 + 2 അല്ലടാ, ശ്രദ്ധിക്കടാ. 4 + 5 അല്ലെങ്കിൽ 5 + 4. 5 + 4 or 4 + 5. അനീഷ മനസ്സിലായി നോക്കിയേ. ഇതല്ലേ ഈ ചന്ദ്രക്കലയല്ലേ? അനീഷ നോക്കിട്ടാ മനസ്സിലായി നോക്കിയാ, അല്ലെങ്കിൽ ചോദിക്കും.
കിട്ടിയോ നോക്കൂ. വൺസ് മോർ, ഒന്നുമില്ല, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെന്ന് അറിയോ? ഇതിന്റെ ഏരിയ എന്ന് പറയുന്നതില്ലേ, ഓക്കെ നോക്കിയേ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നതില്ലേ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നതില്ലേ, അത് ഇതിന്റെ ഏരിയയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ, സൗണ്ട് വരും, സംസാരിക്കില്ല. കിട്ടിയോ? ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പോൾ 1 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞ 4 പ്ലസ്, അവരോടല്ലടാ നിങ്ങളോട്, എല്ലാവരോടും സൗണ്ട് വരുന്നോണ്ടാണേ. 4 + 5. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് 4. അയ്യോ 4 + 5 ഇതാണ് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സംഭവം പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാം. സെക്കൻഡ് ആൻഡ് തേർഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സെക്കൻഡ് ആൻഡ് തേർഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലായോ? യെസ്. ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗം നോക്കിയേ, ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. സെക്കൻഡും തേർഡും അല്ലേ, അത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും പറഞ്ഞ നമ്മള്? ഫസ്റ്റ് കിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ആൻഡ് തേർഡ്, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, സെക്കൻഡും തേർഡും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, CB² + AC² എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇത് കിട്ടുന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ? കിട്ടിയോ നോക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. ഈ ഒരു ഭാഗം മാത്രം നോക്കിയേ, നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു CB² + AC 1/8 π CB² + AC² എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നും എഴുതാൽ ഇങ്ങനെ, ഒന്ന് ശ്രദ്ധിച്ചേ, 1/8 π CB² + AC² എന്ന് പറയുന്നത് തന്നെയാണ് എന്തെന്ന് പറയുന്നേ? 1/8 π AB² എന്ന് പറയുന്നേ അല്ലേ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്നാമത്തതിന്റെ ഏരിയയും ഒന്നാമത്തേന്റെ അല്ല, ഏതിന്റെയൊക്കെയാണ്? രണ്ടാമത്തതിന്റെ ഏരിയയും പിന്നെ ഇതിൻ്റെതാ പിന്നെ മൂന്നാമത്തേന്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് എന്ത് കിട്ടുന്നത്? ഒന്നാമത്തതിന്റെ ഏരിയ കിട്ടുന്നത് എന്ന് പറയുന്നത്. രണ്ടാമത്തേന്റെ ഏരിയയും മൂന്നാമത്തേന്റെ ഏരിയയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് പറഞ്ഞു? ഒന്നാമത്തെ ഏരിയ കിട്ടും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് നോക്കാലോ, ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തൊരു പേജ് എടുക്കാം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ്, വി നോ ഏരിയ ഓഫ് സെക്കൻഡ് ആൻഡ് തേർഡ് is equal to area of second and third is equal to എന്താണെന്ന് പറഞ്ഞ area of first. ഇതാണ് അറിയുന്നത്, ഈ ഒരു കാര്യമാണ് നമുക്ക് അറിയുന്നത്, ഏരിയ ഓഫ് ഫസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് സെക്കൻഡിന്റെ ഏരിയ തേർഡിന്റെ ഏരിയ? നമ്മളിങ്ങനെ വട്ടട്ട് വെച്ചിട്ടുള്ള ഏതാണ് സെക്കൻഡിന്റെ ഏരിയ പറഞ്ഞേ? സെക്കൻഡിന്റെ ഏരിയ വട്ടട്ടുള്ളതിൽ സെക്കൻഡിന്റെ ഏരിയ പറഞ്ഞ, ഇതിൽ ഏതാണ് സെക്കൻഡിന്റെ ഏരിയ? 3 + 4. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എഴുതാം 3 + 4 പ്ലസ് പിന്നെ സെക്കൻഡിന്റെ ഏരിയ വന്നു. തേർഡിന്റെ ഏരിയ ഏതായിരുന്നു? തേർഡിന്റെ ഏരിയ 5ഉം 2ഉം. ഓക്കെ, +5 + 2 is equal to എന്താണെന്ന് പറഞ്ഞു? ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ടേ. Okay, is equal to എന്താണെന്ന് പറയുന്നത്? is equal to എന്തിന്റെ ഏരിയ ആയിരിക്കും? ഫസ്റ്റിന്റെ ഏരിയ ആയിരിക്കും. ഫസ്റ്റിന്റെ ഏരിയ എന്തുട്ടാ? ഫസ്റ്റിന്റെ ഏരിയ പറഞ്ഞേ. ഫസ്റ്റിന്റെ ഏരിയ
കഴിഞ്ഞിട്ട് ഇതും കൂടി ഉള്ളൂ. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു. ഫസ്റ്റിൻ്റെ ഏരിയ നമ്മളെ വട്ടത്തിലിട്ടിട്ടില്ലേ? ഫസ്റ്റിൻ്റെ ഏരിയ ഏതൊക്കെയാണ്? ഈ വട്ടത്തിൽ ഫസ്റ്റിൻ്റെ ഏരിയ ഒന്നാമത്തെ സെമി സർക്കിളിൻ്റെത്. ഒരു മിനിറ്റ്. ഓക്കെ, ടേക്ക് ടൈം. റോസ്മി പോയോ? റോസ്മി എവിടെ പോയി? റോസ്മി ചടപടാന്ന് ഉത്തരം പറയുന്നല്ലോ. സോജമോൾ, കാവ്യലക്ഷ്മി പോയോ? അവസാനത്താണ്, കഴിഞ്ഞു. ഉണ്ട്. കിട്ടിയോ? നോക്കിയേ, ഒന്നുകൂടി നോക്കിയേ, ഇവിടെ നോക്കിയേ, ഈ ഒരു ഭാഗം നോക്കിയേ. ഈ ഒരു ഭാഗമാണ്. നോക്കിയതൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? സെക്കൻഡ് ഇതല്ല. സെക്കൻഡ് ഏതായിരുന്നു? ഇത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഇതെന്തായിരുന്നു? തേർഡ്. എന്ത് കിട്ടുന്ന പറഞ്ഞ നമ്മള്? ഫസ്റ്റത്തെ കിട്ടുന്ന പറഞ്ഞ. ഫസ്റ്റത്തെ ഏരിയ എന്താണ്? ഒന്ന് സൗണ്ട് കുറയ്ക്കോ? ഫസ്റ്റത്തെ ഏരിയ എന്തുട്ടാ? What is the area of first? Area of second. ഒന്ന് പറഞ്ഞ സെക്കൻഡ് ഏതാണ്? 3 + 4. വെരി ഗുഡ്. 3 + 4. ഇതാ 3 ഉം 4 ഉം ഇതും 3 ഉം 4 ഉം. ഓക്കെ, പ്ലസ് ഏരിയ ഓഫ് തേർഡ് ഏതാണ്? ഏരിയ ഓഫ് തേർഡ് 2 + 5. ഓക്കെ, 2 ഉം 5 ഉം 2 + 5 ഉം. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്ന നമ്മൾ പറഞ്ഞ? ഏരിയ ഓഫ് എന്ത് കിട്ടും? ഫസ്റ്റ് കിട്ടുന്ന പറഞ്ഞിട്ടില്ലേ? ഓക്കെ, ഏരിയ ഓഫ് ഫസ്റ്റ് ഏതൊക്കെയാണ്? 2 ഉം 1 ഉം 3 ഉം അല്ലേ? 1 ഉം 2 ഉം 3 ഉം is equal to 1 + 2 + 3. കിട്ടിയല്ലോ. ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഈക്വലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയുള്ള സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ വെട്ടിക്കളയാം. ഏതാ വെട്ടിക്കളയാൻ പറ്റുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുള്ളത് ഏതൊക്കെയാ? ഏതുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്. 3 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്. ബാക്കി എന്തുണ്ട്? 4 ഉണ്ട്. ഇവിടെ എന്തുണ്ട്? പിന്നെ 5 ഉണ്ട്. ഇവിടെയോ? അപ്പുറത്തെ സൈഡിലോ 1 ഇരിക്കുന്നുണ്ട്. 1 മാത്രമല്ലേ ഇരിക്കുന്നുള്ളൂ? ഓക്കെ, നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനം ഞാൻ എടുക്കുന്നുണ്ടേ. ഓക്കെ, ഈ ഒരു സംഭവം നോക്കിയേ. നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ള ഒരു ആൻസർ ആണ് ഇപ്പൊ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്ക് അവസാനം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് നേരത്തെ പിക്ചർ എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു പിക്ചർ. ഇങ്ങനെ 1 2 3 4 5. നമ്മളോട് ചോദ്യം എന്തായിരുന്നു? ഈ ക്രസന്റും കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്രസന്റ് കിട്ടും എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നോക്കിയേ, അതല്ലേ ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടില്ല? 4. അതല്ലേ ഇത്? 5. അതും കൂട്ടിയപ്പോ എന്ത് കിട്ടി? 1 കിട്ടി. മനസ്സിലായോ? ഇത്രയുള്ള ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത്രയാണ് ആ ഒരു ചോദ്യത്തിൽ വരുന്നത്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. നമ്മൾ ആ സ്റ്റാർട്ടിംഗ് മുതൽ നോക്കി കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നമുക്ക് കറണ്ടൊക്കെ പോയതുകൊണ്ട് ചെറിയ വിഷയം ഉണ്ടായി. പക്ഷെ എങ്കിൽ കൂടി നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ